കരഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കറിയാം അമ്മയെപ്പോലെ മക്കളും അനാഥരായി പോകുമെന്ന്. മക്കളുടെ അച്ഛന്മാർ വഴിപിഴച്ചു പോയാൽ മരണത്തിനും അവധി കൊടുക്കേണ്ടി വരും ഞങ്ങൾ അമ്മമാർക്ക്. അവരുടെ ഭാവി സുരക്ഷിതമാകാതെ അതേപറ്റി പോലും ചിന്തിക്കാൻ പറ്റില്ല. ദീപയുടെ കൈ പിടിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അമ്മയ്ക്കൊന്ന് കരയണമെന്നുണ്ട്. പക്ഷെ കരഞ്ഞാലും ആശ്വസിപ്പിക്കാൻ ആളില്ലല്ലോ മോളെ. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ദിയയും ദീപയോടൊപ്പം നിന്ന് കരയുകയാണ്. പിന്നീട് ദിലിയുടെ മുറിയിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയെ കണ്ട് ദേഷ്യപ്പെട്ട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ദിലി. മോൻ എന്നോട് ദേഷ്യമാണോ? അമ്മയ്ക്ക് എന്നോടല്ലേ ദേഷ്യം? എന്റെ മക്കളിൽ മൂത്തത് നീയല്ലേ മോനെ? അങ്ങനെയുള്ളപ്പോൾ അനിയത്തിമാർ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കേണ്ടത് നീയല്ലേ? അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണോ അമ്മയുടെ മൂത്ത മോൾ ചെയ്തത്? എന്റെ ദിലി, ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക്. സദാനന്ദൻ മുതലാളിയും അയാളുടെ മകനും കൂടി ദീപമോളെ കെണിയിൽപ്പെടുത്തിയതാണ്. അത് മോന്റെ അച്ഛന് അറിയാം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത്രത്തോളം എന്റെ അച്ഛനെ അമ്മ ഇടിച്ചു താഴ്ത്തേണ്ട. അച്ഛന്മാർ എത്ര കൊള്ളരുതാത്തവൻ ആയാലും പെൺമക്കൾ ഇതുപോലെ തകരണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ മോനെ, ഇവിടെ ദീപമോൾ തകരാൻ കാരണം സദാനന്ദൻ മുതലാളിയും അയാളുടെ മകനുമാണ്. അത് മോന്റെ അച്ഛന് നന്നായിട്ടറിയാം. എന്നിട്ടും അയാൾ അവർക്കൊപ്പം നിൽക്കുകയാണ്. ദേഷ്യപ്പെട്ട് ദിലി പറയുകയാണ്, എനിക്കതൊന്നും കേൾക്കണ്ട. സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ ഏതൊരമ്മയും അതിനെ ന്യായീകരിക്കുകയേ ഉള്ളൂ. ശരി, ഇനി കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. ദീപയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. ദിലി ചോദിക്കുകയാണ്, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ അവര് വരുന്നത്? അവർക്കെല്ലാം അറിയാം, പക്ഷെ അറിയാത്തത് ദീപയ്ക്കാണ്. മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല നാളെ പെണ്ണ് കാണാൻ വരുന്ന വിവരം. പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ആ സമയത്തറിഞ്ഞാൽ മതിയെന്ന് കരുതി. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിവിടുന്നതാണ് നല്ലത്. ഈ നാട്ടിൽ നിന്നും അവൾ പോകുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ദിലി പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കുറച്ചു ദൂരസ്ഥലത്തു നിന്നാണ് അവര് വരുന്നത്. ദിനേശൻ എന്നാണ് പയ്യന്റെ പേര്. LD ക്ലർക്കാണ്. എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ. എല്ലാം വിറ്റുപെറുക്കി വേണം കല്യാണം നടത്താൻ. എന്നാലും കുഴപ്പമില്ല. ഇനി 2-3 മാസം കഴിയുമ്പോൾ മോൻ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ. പിന്നെ അമ്മയുടെ അലച്ചിൽ കുറച്ച് കുറയും. നല്ലൊരു ഡോക്ടറായിട്ട് മോൻ പേരെടുക്കണം. അച്ഛനെ പോലെ പണത്തോട് ആർത്തി കാണിക്കാതെ മോനെ കാണാൻ വരുന്ന പേഷ്യൻസിന് ആശ്വാസം കൊടുക്കണം. അതോടൊപ്പം തന്നെ ദിയയ്ക്കോ ദീപയ്ക്കോ എന്തെങ്കിലും സങ്കടം വന്നാൽ കൂടെ നിൽക്കുകയും വേണം. ദീപമോള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാം. അതുകൊണ്ടാണ് അവളെ തല്ലിയെന്നറിഞ്ഞപ്പോൾ അമ്മ പരിസരം മറന്ന് പെരുമാറിയത്. അതൊന്നും മോൻ മനസ്സിൽ വയ്ക്കേണ്ട. ജോലിസ്ഥലത്ത് അമ്മയ്ക്ക് ശത്രുക്കൾ ഒരുപാടാണ്. വീടിനകത്തും ശത്രുവായിട്ട് മോന്റെ അച്ഛനുണ്ട്. ഇനി നീയും കൂടി അതിനൊപ്പം നിൽക്കല്ലേ മോനെ. ഇനിയുള്ള എന്റെ പ്രതീക്ഷകൾ മുഴുവൻ നീയാണ്. മോന് രാത്രിയിൽ കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, അച്ഛനുമായിട്ട് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. എന്നാലും അമ്മ ഒരു ഗ്ലാസ് പാലെടുക്കാം. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രികയോട് സംസാരിക്കുന്ന സദാനന്ദനെയാണ്. സദാനന്ദൻ പറയുകയാണ്, ഭർത്താവിന്റെയും മകന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ ഉറക്കം കെടുത്താനാണ് വന്നതെങ്കിൽ അത് വേണ്ട. കുറച്ചു ദിവസമായിട്ട് സദേട്ടന് ഉറക്കമില്ലല്ലോ. ഇനി ഞാൻ ഉറങ്ങണമെങ്കിൽ അവളും അവളുടെ മക്കളും ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യണം. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്നെ വഴക്കു പറയുമെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. ആ വില്ലേജ് ഓഫീസറുടെ എതിരെ നടന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? 30 വയസ്സ് കഴിഞ്ഞിട്ടും കാർത്തി കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ഏത് കുടുംബത്തിൽ നിന്ന് അവന് പെണ്ണ് കിട്ടാനാണ്? അവന്റെ കല്യാണത്തെ കുറിച്ച് ഓർമ്മിച്ച് നീ വിഷമിക്കേണ്ട. എന്റെ സമ്പത്തിൽ കണ്ണം നട്ടിരിക്കുന്ന ഒരുപാട് ഫാമിലികൾ ഉണ്ട്. സമ്പത്തിനെ മോഹിച്ച് ബന്ധം കൂടുന്നവർ നല്ലവരായിരിക്കുമോ സദേട്ടാ? അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട. വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയെ എടുക്കാനുള്ള കഴിവുണ്ട് എന്റെ മോന്. എന്റെ മോന്റെ ഭാവിയെ പറ്റി സംസാരിക്കലല്ല, ഭാഗ്യലക്ഷ്മിയുടെയും അവളുടെ മക്കളുടെയും ഭാവി കളയണം. അതുമാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചന്ദ്രിക പറയുകയാണ്, സ്ത്രീകളുടെ ശാപം ഒരുപാടായി ഈ കുടുംബത്തിന്. അതിനെയും ഉണ്ടാകും. ഏതു നേരവും എന്നെ വിമർശിക്കുന്ന നിന്നെ അടുത്ത ദിവസം കഴുത്തിന് പിടിച്ചെന്നിരിക്കും ഞാൻ. പിന്നെ നീ പറഞ്ഞ നിന്റെ വൃത്തികെട്ട ശാപവും ഈ കുടുംബത്തിന് ഉണ്ടാകില്ല. അതൊന്നും എന്നെ തൊടുന്ന പ്രശ്നങ്ങൾ അല്ല. എന്റെ മുന്നിൽ ഇപ്പോൾ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, അറപ്പുര വീട്. അതിലെ ഓരോന്നിനെയും കഴുത്തിന് പിടിച്ച് ഞെരിക്കും ഞാൻ. ആടിന്റെ കഴുത്ത് കണ്ടിച്ച ശേഷം അത് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടില്ലേ? അതുപോലെ ഓരോന്നും കിടന്ന് പിടയ്ക്കും. ചന്ദ്രിക പറയുകയാണ്, സദേട്ടന് പ്രായമായി വരികയാണ്. ആ സമയത്തെങ്കിലും കുറച്ചൊന്ന് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സദാനന്ദൻ പറയുകയാണ്, നിർത്ത്. വാർദ്ധക്യത്തിൽ ഞാൻ കിടന്ന് നരകിച്ചോട്ടെ, പക്ഷെ എന്നെ നോവിച്ചവർക്ക് നരകയാതന കൊടുത്തിരിക്കും.
അതിന് തിരുത്താനൊന്നും നീ നോക്കണ്ട. എന്നെ സഹിക്കാൻ പറ്റുന്നെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളണം നാളെ തന്നെ. സ്വന്തം തറവാട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവിടാം. അവിടെ കിടന്ന് നീ പണ്ടാരമടങ്ങ്. ഭാര്യ എന്നാണ് പേര്, ഒരു സ്വസ്ഥതയും തരില്ല. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് സദാനന്ദൻ. സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രിക. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന കാർത്തിയാണ്. കാർത്തിയുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, കുറെ നേരമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. കാർത്തി പറയുകയാണ്, വില്ലേജ് ഓഫീസറുടെ ഇളയ മകൾ. അവളെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊക്കെ ജയിലിനകത്തും പുറത്തും വെച്ചുണ്ടായ പീഡനങ്ങൾക്കൊക്കെ കാരണം അവളാണ്. അവളുടെ അമ്മയാണ് നമ്മളൊക്കെ ജയിലിൽ കിടക്കാൻ കാരണം. എന്നാൽ അമ്മയേക്കാൾ ചോരത്തിളപ്പാണ് മകൾക്ക്. അവളെ വഴിതടഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ കാർത്തി. അന്ന് ബുള്ളറ്റ് ജഗൻ വന്നിട്ട് നമ്മൾ 4-5 പേർ ഉണ്ടായിട്ടും എന്തൊരു ചീത്തലായിരുന്നു അവളുടെ. കാർത്തി പറയുകയാണ്, ബുള്ളറ്റ് ജഗനാണ് അവളുടെ രക്ഷകൻ. അവർ തമ്മിൽ നേരത്തെ പരിചയക്കാരായിരിക്കും അല്ലേ? അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം കാർത്തി? ആയിരിക്കും. അവനെ മുൻനിർത്തിയാണ് അവൾ ചാടിത്തുള്ളി നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ടേ അവളെ തൊടാൻ പറ്റൂ. കാർത്തി പറയുകയാണ്, അതെനിക്കും അറിയാം. അവൾ എന്നെ കാണാൻ വന്നു, എന്റെ മുഖത്ത് നോക്കി ആട്ടി. അവനുമായി താരതമ്യപ്പെടുത്തി നമ്മളെ ഇടിച്ചു താഴ്ത്തി. അവളുടെ ചേച്ചിക്ക് ഒരു തകർച്ച ഉണ്ടായിട്ടും അവളും അവളുടെ അമ്മയും ഒന്നും തകർന്നില്ലല്ലോ അളിയ. ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, അച്ഛനാണ് അവനെ പുറത്തിറക്കിയത്. എന്തെങ്കിലും കാണാതെ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ബുള്ളറ്റ് ജഗനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം നോവിച്ചു വിട്ടാൽ അത് പറ്റില്ല. കൊന്നേ തീരൂ, അല്ലെങ്കിൽ പിന്നെ കൊല ചെയ്യപ്പെടുന്നത് ഞാനും അച്ഛനുമായിരിക്കും. നിനക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ സദാനന്ദ മുതലാളിക്ക് ഒറ്റയെതിരും ഉണ്ടായിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ജയിക്കുന്നത് നമ്മളാണ്. ഇതാദ്യമായിട്ടാണ് കുറെ എണ്ണം അംഗം കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരമ്മയും മോളും വലിച്ചു കീറുമെടാ. നമ്മൾ ഷീബ എന്ന പെണ്ണിനെ വലിച്ചു കീറിയില്ലേ? അതിനേക്കാളും ക്രൂരമായിട്ട് ആ അമ്മയുടെ മുന്നിലിട്ട് അവളെ വലിച്ചു കീറും. അതിനുള്ള സാഹചര്യം ഉണ്ടാകും. പിന്നീട് കാണിക്കുന്നത് വിജയകുമാർ ദിലിയോട് സംസാരിക്കുന്നതാണ്. നിന്റെ പഠിത്തം കഴിഞ്ഞിട്ടില്ലല്ലോ മോനെ, പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പിള്ളേരെ അങ്ങ് അയച്ചുവിട്ടു. ഇപ്പോൾ അതുങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി തെക്കോട്ട് ഓടുകയാണ്. അച്ഛൻ അങ്ങനെ പറയരുത്. അവൾ പേരുദോഷം കേൾപ്പിച്ചു കഴിഞ്ഞു. ഇനി അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് വേണ്ടത്. വിജയകുമാർ പറയുകയാണ്, എടാ ഞാൻ കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്ന് മക്കളോട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്തായി? ഡോക്ടറായിട്ട് വരുന്ന നിനക്ക് ഡോക്ടർ ദിലീപ് വിജയകുമാർ എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു പേര് കൂടി നേടിത്തന്നില്ലേ? ഇതൊക്കെ കേട്ട് അവിടേക്ക് വന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇത്രയും നാൾ ഞാനുമായിട്ടായിരുന്നു വഴക്ക്, ഇനി മക്കൾ കൂടി വേണമോ? അവരെ കൂടി തമ്മിൽ തല്ലിക്ക്. അന്നേരം ദിലി ചോദിക്കുകയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടാണോ അമ്മേ അവർ വരുന്നത്? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെ. ഒന്നും മറച്ചു വെച്ച് വേണ്ടാന്ന് ഞാൻ പ്രസാദിനോട് പറഞ്ഞിരുന്നു. കളിയാക്കി വിജയകുമാർ പറയുകയാണ്, പിന്നെ പ്രസാദ് പറഞ്ഞാൽ അത് ഒടുക്കത്തെ പറച്ചിലാണല്ലോ. വരുന്നവർ സ്ത്രീധനം പോലും ചോദിക്കാതെ ഇവളുടെ മോളെ അങ്ങ് കെട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? കല്യാണത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത എന്റെ മോളെ ഒരുവിധം പ്രഷർ ചെലുത്തിയതിനു ശേഷമാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇനി നിങ്ങളായിട്ട് മോളുടെ മനസ്സ് മാറ്റരുത്. ദിലി പറയുകയാണ്, അതാ അച്ഛാ ഞാനും പറയുന്നത്. മോശം പേര് നേടിയത് കൊണ്ട് ഇനിയിപ്പോ അവളുടെ കല്യാണം നടക്കാൻ പാടാണ്. അതുകൊണ്ട് തരക്കേടില്ലാത്ത ഒരു ബന്ധം വരുവാണെങ്കിൽ എടുപിടിന്ന് അതങ്ങ് നടത്തണം. ആ അമ്മേ, എന്റെ കോഴ്സ് തീരാറായി. ഇനിയാണ് ഒരുപാട് ക്യാഷ് വേണ്ടത്, അതുകൂടി നോക്കണം. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഏതു നേരവും നിന്നെ ഉപദേശിക്കുന്ന ആളോട് നീ എന്താ ഇതുവരെ ഇതൊന്നും പറയാത്തത്? വാചകമടിക്ക് ഒരു കുറവും ഇല്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ നിമിഷം കൈമലർത്തും. എടി അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തി മാത്രമാണ്. നിന്നെ പോലൊരു ഭാര്യയ്ക്കൊപ്പം താമസിക്കുമ്പോൾ മനസമാധാനത്തോടുകൂടി ഉറങ്ങണമെങ്കിൽ മദ്യത്തിന്റെ കൂട്ടുവേണം. അതാണ് ഞാനിങ്ങനെ ലഹരിയിൽ മുങ്ങിത്താഴുന്നത്. വക്കീലാഫീസും കോടതിയും കഴിഞ്ഞാൽ ഈ വീടിനേക്കാളും ബാർ തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കുടിക്കാൻ കാരണം കണ്ടെത്താൻ പാടൊന്നും ഇല്ല. ദിലി പറയുകയാണ്, ഈ വീടിനകത്ത് കയറി വന്നാൽ ഏതൊരാളും മെന്റലായി പോകും. അത് കേട്ട് വിജയകുമാർ പറയുകയാണ്, അതേടാ, അത് തന്നെയാണ് പരമസത്യം. അച്ഛനെ മെന്റലാക്കി ഇനി മക്കളെ കൂടി ആ വഴിക്ക് നയിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നല്ലൊരു ദിവസമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി പയ്യനും കൂട്ടനും കയറി വരുമ്പോഴെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണം, പെരുമാറണം. ഓ എന്ന് വിജയകുമാർ പറയുമ്പോൾ വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. ദിലി പറയുകയാണ്, അവര് വന്നെന്ന് തോന്നുന്നു. അന്നേരം പുറത്തേക്ക് ചെല്ലുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിലിയും വിജയകുമാറും. വന്നയാൾ പറയുകയാണ്, ഇതാണ് പയ്യൻ, ഇത് അച്ഛനും അമ്മയും. ഞാൻ അമ്മാവൻ ഇടനിലക്കാരനായ പ്രസാദ് വന്നില്ല. വന്നാട്ടെ എന്നും പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. എല്ലാവരോടും ഇരിക്കെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് വിജയകുമാർ.
ഞാൻ പെൺകുട്ടിയുടെ അച്ഛനാണ്, അഡ്വക്കേറ്റ് വിജയകുമാർ. ഇതെന്റെ മൂത്ത മകനാണ് ദിലീപ്, MBBS പഠിക്കുകയാണ്. അമ്മാവൻ പറയുകയാണ്, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ഇവൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോനാണ്. സർക്കാർ ജോലിയുണ്ട്, വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല. പിന്നെ 3 മാത്രമേ ഉള്ളൂ വീട്ടിൽ. അമ്മായിയമ്മയ്ക്ക് ഒരു കൂട്ട്, അടുക്കളയിൽ അരിയാനോ പിടിക്കാനോ അത്രേ വരൂ പെൺകൊച്ചിന് സഹായിക്കാൻ. പിന്നെ വീടിനെയും വീട്ടിലുള്ളവരെയും സ്നേഹിക്കുക. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വിവാഹത്തെപ്പറ്റി ഞങ്ങൾ പെട്ടെന്നാണ് ചിന്തിച്ചത്. വിജയകുമാർ പറയുകയാണ്, പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അമ്മാവൻ പറയുകയാണ്, അറിയാം, എല്ലാം പ്രസാദ് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ പെൺകുട്ടിയെ വിളിക്ക്, രണ്ടാളും തമ്മിൽ കാണട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ വിളിക്കാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പയ്യന്റെ അച്ഛൻ ചോദിക്കുകയാണ്, കേസൊക്കെ ധാരാളം ഉണ്ടല്ലോ അല്ലേ? അതെ, തരക്കേടില്ലാതെ കിട്ടുന്നോ? അത്യാവശ്യം പേരുള്ളത് കൊണ്ട് കുറെ ക്രിമിനൽ കേസുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്നും എടുക്കാറില്ല. അന്നേരം പയ്യന്റെ അമ്മാവൻ ചോദിക്കുകയാണ്, അപ്പൊ മുടിഞ്ഞ കാശായിരിക്കുമല്ലോ? തിരിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, തെറ്റില്ലാത്ത വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. അതേസമയം അകത്ത് ദീപയെ ഒരുക്കുകയാണ് ദിയ. ഭാഗ്യലക്ഷ്മി വന്ന് പറയുകയാണ്, മോളെ അവര് വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നുമോളെ, മോളി സങ്കടമൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞായി പയ്യനും ബന്ധുക്കൾക്കും കൊണ്ടുപോയി ചായ കൊടുക്ക. ദീപ പറയുകയാണ്, അവരോടെല്ലാം പറയണം, ഒന്നും മറച്ചു വെക്കരുത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അത് നമ്മളൊന്നും പറയേണ്ട, പ്രസാദ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ മോളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ദിയ ചോദിക്കുകയാണ്, പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടര് വന്നു നിൽക്കുമ്പോൾ അവിടേക്ക് പോകാതിരിക്കുന്നത് ശരിയാണോ ചേച്ചി? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ മോളെ, കല്യാണമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ പേരുദോഷമൊക്കെ പതിയെ മാറിക്കോളും. ദീപ പറയുകയാണ്, അതിന് ജീവിതകാലമൊന്നും മാറാൻ പോകുന്നില്ല. കല്യാണത്തിന് മുമ്പ് സംഭവിച്ചതൊന്നും കുഴപ്പമില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോഴായിരിക്കും പിന്നീട് സംശയം തുടങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നിട്ട് കൂടി കല്യാണം വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അവരുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ്. ആ നിലയ്ക്ക് എന്റെ കാര്യമോ? എന്റെ മോളൊന്ന് വാ, അവരൊക്കെ തുറന്നു സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ചും പയ്യന്റെ അമ്മാവൻ. ഞാൻ പറയാം, നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് മോളെ അലോചനപ്പെടുത്തരുതെന്ന്. ദീപ പറയുകയാണ്, എനിക്കൊരു താല്പര്യവുമില്ല ഈ കല്യാണത്തിന്. അതിപ്പോ ഈ സംഭവം ഉണ്ടായപ്പോൾ മാത്രമല്ലല്ലോ ചേച്ചി. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംസാരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോള് വാ, ചായ കൊണ്ട് കൊടുക്ക. ചെല്ലു ചേച്ചി, അമ്മയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാണ്? ദിയ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ചേട്ടനും അച്ഛനും അവരോട് സംസാരിക്കാനായി അവിടെ വന്നിട്ടുണ്ടോ അമ്മേ? അവിടെ ഉണ്ട്, ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെറുക്കനും വീട്ടുകാരും വന്നത്. ദീപയോട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അമ്മയുടെ സങ്കടം മോള് മനസ്സിലാക്കണം. ഒന്ന് വാന്ന് വിളിക്കുമ്പോൾ വാ ചേച്ചിന്ന് വിളിക്കുകയാണ് ദിയയും. വിജയകുമാർ പറയുകയാണ്, പഠിക്കാൻ ദീപമോൾ മിടുക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു റെക്കമെൻഡേഷനും കൂടാതെ MSc ഫിസിക്സിന് അഡ്മിഷൻ കിട്ടിയത്. അമ്മാവൻ പറയുകയാണ്, ഇപ്പോൾ പഠിത്തത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇച്ചിരി മിടുക്ക് കൂടുതലാണ്. അതിന്റെയൊക്കെ ദൂഷ്യവശങ്ങളും ഉണ്ട്. അതിനുശേഷം ദിലിയെ നോക്കി അമ്മാവൻ പറയുകയാണ്, ദേ ഡോക്ടർ ആവാൻ പോവുകയാണ് മൂത്ത മോൻ. എന്ന് വെച്ച് ഡോക്ടർമാരെല്ലാം നല്ല സ്വഭാവക്കാരാണെന്ന് പറയാൻ പറ്റുമോ? അത് കേട്ട് ദില്ലി വിജയകുമാറിനെ നോക്കുമ്പോൾ വീണ്ടും അമ്മാവൻ പറയുകയാണ്, ഒരു പക്ഷേ നമ്മുടെ മോന് യാതൊരു ദുശീലങ്ങളും ഇല്ല. അമ്മ പറയുകയാണ്, ഒറ്റ മോനായതുകൊണ്ട് ഞങ്ങൾ ജഗദീഷിനെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. വിജയകുമാർ പറയുകയാണ്, മോളിനെ ഇപ്പോ PG കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടെസ്റ്റിന് അപ്ലൈ ചെയ്താൽ മതി. ജോലി എന്തായാലും ഉറപ്പാണ്. പഠിക്കുന്ന കാര്യത്തിൽ അവൾ ടാലന്റഡ് ആണ്. അതേസമയം ചായയുമായി വരികയാണ് ദീപ. ചായ എല്ലാവർക്കും കൊടുത്ത ശേഷം ദീപ മാറി നിൽക്കുമ്പോൾ പയ്യന്റെ അച്ഛൻ ചോദിക്കുകയാണ്, മോളുടെ മുഖത്തെന്താ ഒരു വിഷമം പോലെ? അമ്മാവൻ പറയുകയാണ്, അവൾക്ക് പിന്നെ വിഷമം കാണില്ലേ? അതുപോലെയുള്ള സംഭവങ്ങളാണല്ലോ നടന്നിരിക്കുന്നത്. അത് കേട്ട് ദീപ ഭാഗ്യലക്ഷ്മിയെ നോക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.